ന്യൂസ് 16 കേരള. എംപോക്സ് രോഗം പാകിസ്ഥാനിലും സ്ഥിരീകരിച്ചു. ആഫ്രിക്കൻ രാഷ്ട്രമായ കോങ്കോയിൽ സമീപ രാജ്യങ്ങളിലും പടർന്നു പിടിക്കുന്ന എംപോക്സ് രോഗം പാകിസ്ഥാനിലും സ്ഥിരീകരിച്ചു. സൗദി അറേബ്യയിൽ നിന്നെത്തിയ മർദാൻ സ്വദേശിയായ യുവാവിനാണ് അസുഖം സ്ഥിരീകരിച്ചത്. ഈ മാസം 3-നാണ് ഇയാൾ പാകിസ്ഥാനിലെത്തിയത്. രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് പെഷവർ ഖൈബർ മെഡിക്കൽ സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിലാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. ഇയാളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരികയാണ് പാക് ആരോഗ്യവകുപ്പ്. അടുത്തിടെ ഭയങ്കരരുടെ പട്ടികയാണ് തയ്യാറാക്കുന്നത്. സൗദി അറേബ്യയിൽ നിന്നുള്ള വിമാനത്തിലുണ്ടായിരുന്നവരെയും നിരീക്ഷിക്കും. എംപോക്സ് പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ആഫ്രിക്കൻ മേഖലയിൽ ഇതുവരെ എംപോക്സ് പിടിപെട്ട 517 പേർ മരണപ്പെട്ടു. നിലവിൽ 13 രാജ്യങ്ങളാണ് എംപോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് എംപോക്സ്? മനുഷ്യർക്കും മൃഗങ്ങൾക്കും പിടിപെട്ടേക്കാവുന്ന ഒരു പകർച്ചവ്യാധി വൈറൽ രോഗമാണ് എംപോക്സ്. മങ്കിപോക്സ്, കുമിളകൾ രൂപപ്പെടുന്ന ചുണങ്ങ്, തുടർന്ന് പനി, ലിംഫ് നോഡുകൾ വീർക്കുക എന്നിവയാണ് ലക്ഷണങ്ങൾ. രോഗം സാധാരണയായി സൗമ്യമാണ്. രോഗബാധിതരിൽ ഭൂരിഭാഗവും ചികിത്സ കൂടാതെ ഏതാനും ആഴ്ചകളുള്ളിൽ സുഖം പ്രാപിക്കുന്നു. എക്സ്പോഷർ മുതൽ രോഗലക്ഷണങ്ങളുടെ ആരംഭം വരെയുള്ള സമയം 5 മുതൽ 21 ദിവസം വരെയാണ്. ലക്ഷണങ്ങൾ സാധാരണയായി 2 മുതൽ 4 ആഴ്ച വരെ നീണ്ടു നിൽക്കും. എന്നിരുന്നാലും പ്രത്യേകിച്ച് കുട്ടികൾ, ഗർഭിണികൾ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളുള്ളവരിൽ കേസുകൾ കഠിനമായേക്കാം. ഓർത്തോപോക്സ് വൈറസ് ജനുസിൽപ്പെട്ട ഒരു സുനോട്ടിക് വൈറസായ മങ്കിപോക്സ് വൈറസ് ആണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. വസൂരിക്ക് കാരണമാകുന്ന വേരിയോള വൈറസും ഈ ജനുസിൽ പെട്ടതാണ്. രോഗബാധിതമായ ചർമ്മവുമായോ ലൈംഗിക സമ്പർക്കം ഉൾപ്പെടെയുള്ള ശരീരസ്രവങ്ങളുമായോ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാം. രോഗലക്ഷണങ്ങളുടെ ആരംഭം മുതൽ എല്ലാ മുറിവുകളും ചുണുങ്ങുകയും ഭേദമാകുകയും ചെയ്യുന്നതുവരെ പകർച്ചവ്യാധി തുടരുന്നു. വൈറസ് ബാധിച്ച മൃഗങ്ങളിൽ നിന്ന് രോഗം ബാധിച്ച മാംസം കൈകാര്യം ചെയ്യുന്നതിലൂടെയോ കടിച്ചാൽ അല്ലെങ്കിൽ പോറലുക വഴിയോ പടർന്നേക്കാം. വൈറസിന്റെ DNA മുറിവ് PCR പരിശോധിച്ച് രോഗനിർണയം സ്ഥിരീകരിക്കാം. അണുബാധയുടെ ഉയർന്ന സാധ്യതയുള്ളവർക്ക് വാക്സിനേഷൻ ശുപാർശ ചെയ്യുന്നു. എംപോക്സിനെതിരെ പ്രത്യേകമായ വാക്സിനൊന്നും വികസിപ്പിച്ചിട്ടില്ല. എന്നിരുന്നാലും വസൂരി വാക്സിനുകൾ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രോഗത്തിന് പ്രത്യേക ചികിത്സയില്ല. അതിനാൽ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുകയും സങ്കീർണതകൾ തടയുകയും ചെയ്യുക എന്നതാണ് ചികിത്സയുടെ ലക്ഷ്യം. ടെക്കോവിനമൈഡ് പോലെയുള്ള ആന്റിവൈറൽ മരുന്നുകൾ എംപോക്സ് ചികിത്സിക്കാൻ ഉപയോഗിക്കാം. എന്നാൽ അവയുടെ ഫലപ്രാപ്തി തെളിയിക്കപ്പെട്ടിട്ടില്ല. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.